എയർപോർട്ടിൽ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. ചില ചട്ടങ്ങളും കൃത്യമായി പാലിക്കണം. അനുവാദമില്ലാത്ത വസ്തുക്കൾ കൊണ്ടുപോകരുത്. ചെക്ക് ചെയ്യുന്നവർ ചോദിക്കുന്നതിന് കൃത്യമായും വ്യക്തമായും മറുപടി നൽകുകയും വേണം. അല്ലാത്ത പക്ഷം അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. എൻ്റെ ബാഗിലെന്താ ബോംബുണ്ടോ എന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സുരക്ഷാ ജീവനക്കാരനോട് ചോദിച്ചതേ യാത്രക്കാരനായ മനോജ് കുമാറിന് ഓർമ്മയുള്ളൂ. പിന്നെ നടന്നത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ബോംബ് സ്ക്വാഡ് അവിടേക്ക് പാഞ്ഞു വരുന്നു. വിശദമായ ശരീരപരിശോധന, ബാഗ് പരിശോധന, ഇയാളുടെ മാത്രമല്ല ഒപ്പമുള്ള എല്ലാവരുടെയും ബാഗേജ് പരിശോധിച്ചു. അതിനു പിന്നാലെ പോലീസ് അവിടേക്ക് എത്തുന്നു. ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതോടെ യാത്രയും മുടങ്ങി. അതുമാത്രമല്ല, ഒപ്പം മാനക്കേടും മനക്ലേശവും. കഴിഞ്ഞ ദിവസം രാവിലെ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ പോകാൻ എത്തിയപ്പോഴാണ് ഇയാൾ കുടുങ്ങിയത്. എക്സ്റേ ബാഗേജ് ഇൻസ്പെക്ഷൻ സിസ്റ്റം ചെക്ക് പോയിന്റിനടുത്തെത്തിയപ്പോൾ സുരക്ഷാ ജീവനക്കാരനോട് തമാശയായി എൻ്റെ ബാഗിൽ എന്താ ബോംബുണ്ടോ എന്ന് ചോദിച്ചതാണ് ഇയാൾക്ക് വിനയായി മാറിയത്. കഴിഞ്ഞ ആഴ്ചയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സമാനമായ ഒരു സംഭവമുണ്ടായിരുന്നു. ആഫ്രിക്കയിലെ ബിസിനസ്സുകാരനായ തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് യാത്രക്കാരെയും സുരക്ഷാ ജീവനക്കാരെയും അന്ന് പരിഭ്രാന്തിയിലാക്കിയത്. ലഗേജിൽ ബോംബുണ്ടെന്ന് യാത്രക്കാരൻ തമാശയായി പറഞ്ഞു. ആ തമാശ കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടാൻ റെഡിയായി നിന്ന വിമാനം 2 മണിക്കൂറാണ് വൈകിയത്. തായ് എയർലൈൻസിൽ തായ്ലൻഡിലേക്ക് പോകാൻ എത്തിയതായിരുന്നു പ്രശാന്തും ഭാര്യയും മകനും മറ്റ് 4 പേരും. അവർ ചേർന്നാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ബാഗിൽ എന്തുണ്ട് എന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ വന്നതോടെ അതിൽ ബോംബാണെന്ന് പ്രശാന്ത് മറുപടി പറയുകയായിരുന്നു. യാത്ര മുടങ്ങിയെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ വർഷം ജൂലൈ 28 രാത്രിയാണ് സമാനമായ മറ്റൊരു ഭീഷണിയുണ്ടായത്. സുരക്ഷാ പരിശോധന നടക്കുന്നതിനിടെ ബാഗേജിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ യാത്രക്കാരനാണ് അറസ്റ്റിലായത്. റാന്നി മന്ദമരിയിൽ നിന്നുള്ള സാബു വർഗീസാണ് അന്ന് അറസ്റ്റിലായത്. ദുബായിലേക്കുള്ള യാത്രക്കായി ബാഗ് പരിശോധിക്കുമ്പോഴായിരുന്നു ഇയാളുടെ ബോംബ് ഭീഷണി. മറ്റൊരു യാത്രക്കാരൻ്റെ ബാഗിൽ ബോംബുണ്ടെന്നാണ് സാബു സുരക്ഷാ ജീവനക്കാരനോട് പറഞ്ഞത്. ഒരുപാട് സമയം വിമാനത്താവളത്തിൽ കാത്തു നിൽക്കേണ്ടി വന്നതിൻ്റെ ദേഷ്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് സാബു പിന്നീട് വിശദീകരിച്ചുവെങ്കിലും അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. അദ്ദേഹത്തിന് യാത്രാവിലക്കും അടിച്ചു കിട്ടി. തമാശയായി പോലും ബോംബ് എന്ന വാക്ക് വിമാനയാത്രക്കാരൻ ഉച്ചരിച്ചാൽ അത് പ്രശ്നമാണ്. യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് സ്ഫോടനം, ഹൈജാക്ക്, ബോംബ്, പൊട്ടിത്തെറി എന്നിങ്ങനെയുള്ള വാക്കുകൾ കേട്ടാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനടി റിപ്പോർട്ട് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. അതാണ് നിയമം. വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് ബോംബ് ത്രെറ്റ് അസസ്മെൻറ്റ് നടത്തിയ പരിശോധനകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം ഇവ ചെയ്യാൻ. 2021 മുതൽ കഴിഞ്ഞ മാസം 11 വരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ 22 കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഇങ്ങനെ വ്യാജ ബോംബ് ഭീഷണി മുഴക്കുന്നവരെ പരിശോധനയിൽ ബോംബില്ലെന്ന് കണ്ടെത്തിയാൽ വെറുതെ വിടുമെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല. വിശദമായ പരിശോധനകൾക്ക് ശേഷം യാത്രക്കാരനെ ക്രിമിനൽ നടപടികൾക്കായി പോലീസിന് കൈമാറും. 5 വർഷം വരെ തടവും ലഭിച്ചേക്കാമെന്ന് മാത്രമല്ല, കൂടുതൽ കുഴപ്പക്കാരാണെന്ന് കണ്ടെത്തിയാൽ വിമാന കമ്പനികൾ ഇവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. തമാശയെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച അറിവില്ലായ്മയാണ് പലരെയും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്. വിമാനത്താവളങ്ങളിലും ടിക്കറ്റിലും ബോർഡിംഗ് പാസിലുമൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതേപോലെ പെരുമാറുക. നിങ്ങൾ കാണിക്കുന്ന ചെറിയ തമാശകളോ അറിവില്ലായ്മയോ കാരണം മുടങ്ങുന്നത് പലരുടെയും യാത്രകളാണ്. അതുമൂലം ധനനഷ്ടവും ജോലി നഷ്ടവുമൊക്കെ പലർക്കും ഉണ്ടാകുന്നുമുണ്ട്.